This video is sponsored by Skyle. ഇൻസൈനിറ്റി ഈ വാക്കായിരുന്നു പലരും വാസ് മോണ്ടനെഗ്രോ എന്ന ഈ ഒരു കഥാപാത്രത്തിന് വിശേഷിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദം. പക്ഷേ വാസ് എല്ലായ്പ്പോഴും ഇങ്ങനെ ആയിരുന്നോ? അതോ വാസ് ഹീ മെയ്ഡ് ഇൻ ടു ദ മോൺസ്റ്റർ വി നോ ടുഡേ? ഇത് അവൻ്റെ കഥയാണ്. റാക്യാത്ത് എന്ന യോധ ഗോത്രത്തിൽ ജനിച്ച് കുഞ്ഞുനാളിൽ ഒരുപാട് വ്യത്യസ്തനായിരുന്നു. ആ സമുദായത്തിലെ തന്നെ തലവനാവേണ്ടിയിരുന്ന, എന്നാൽ പിൽക്കാലത്ത് ആ സമുദായത്തിനെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരു വിഷസർപ്പമായി മാറിയതിൻ്റെ കഥ. കുറ്റകൃത്യങ്ങളുടെ പറുദീസയായ റൂക്ക് ഐലൻഡ്സിലെ ഒരു സ്പെസിഫിക് വാറിയർ ട്രൈബ്സ് ആയിരുന്നു റാക്യാത്ത്. റാക്യാത്ത് ഗോത്രവർഗത്തിലായിരുന്നു വാസിൻ്റെ ജനനം. വാസിന് സിട്ര എന്ന പേരിൽ ഒരു സഹോദരി കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ വാസ് കുട്ടിക്കാലം മുതലേ വ്യത്യസ്തനായിരുന്നു. ഹി വാസ് ഇൻ്റലിജൻറ്റ്, കാരിസ്മാറ്റിക് ആൻഡ് ഫുൾ ഓഫ് പൊട്ടൻഷ്യൽ. പിന്നെ എവിടെയാണ് വാസിൻ്റെ ജീവിതം തൻ്റെ കൈ വിട്ടുപോയത്? എവിടെയാണ് അവന് തെറ്റുപറ്റിയത്? ചിലർ പറഞ്ഞിരുന്നത് റാക്യാത്തിൻ്റെ അതിക്രൂരമായ പാരമ്പര്യങ്ങളോട് അവൻ ഒത്തുപോകാൻ പറ്റില്ല എന്നതായിരുന്നു. എന്നാൽ ചിലർ വിശ്വസിച്ചിരുന്നത് അവന് ഈ കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദ്വീപിനും ഉപരിയുള്ള ലോകം എന്താണെന്നറിയാൻ ഒരുതരം വല്ലാത്ത ക്യൂരിയോസിറ്റി ആയിരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, വാസ് ഓൾവേസ് സെർച്ചിങ് ഫോർ സംതിങ്, എ പർപ്പസ്, എ വേ ഔട്ട്, ആൻ എസ്കേപ്പ്. ഹോയ്ത്ത് വാക്കറുടെ വരവോടുകൂടിയായിരുന്നു വാസിൻ്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. റൂക്ക് ദ്വീപുകളുടെ ക്രിമിനൽ സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സൂത്രധാരൻ, എ റൂത്ത്ലെസ് മാനിപ്പുലേറ്റീവ് ഡ്രഗ് ലോർഡ് ഹു സോ സംതിങ് ഇൻ വാസ്. ഒരു വലിയ സാധ്യത മാത്രമല്ല ഹോയ്ത്ത് വാസിൽ കണ്ടത്, പക്ഷേ ഒരുതരം വല്ലാത്ത ദുർബലത കൂടിയായിരുന്നു. അതിനെ എങ്ങനെ ചൂഷണം ചെയ്യണമെന്നും ഹോയ്ത്തിന് നന്നായി അറിയാമായിരുന്നു. മണി, പവർ ആൻഡ് ഡ്രഗ്സ്. റാക്യാത്തിന് ഒരിക്കലും വാസിന് കൊടുക്കാൻ കഴിയാഞ്ഞിരുന്ന പലതും ഹോയ്ത്ത് അവന് നൽകി. തെറ്റ് ശരി പോലും അറിയാത്ത തൻ്റെ പ്രായത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു പയ്യനിൽ നിന്ന് വാസ് ഹോയ്ത്തിൻ്റെ വലങ്കയായി മാറുകയായിരുന്നു. പക്ഷേ എന്ത് വിലയാണ് വാസ് ഇതിനൊക്കെ പകരം കൊടുക്കേണ്ടി വന്നത്? വാസിൻ്റെ കഥയിലെ ദി മോസ്റ്റ് ട്രാജിക് പാർട്ട് ഈസ് തൻ്റെ അനിയത്തിയുമായുള്ള തൻ്റെ ബന്ധം തന്നെയായിരുന്നു. ഹോയ്ത്തിൻ്റെയും ഹോയ്ത്ത് അവനിൽ കുത്തിവെച്ച മയക്കുമരുന്നിൻ്റെയും ഒപ്പം കിറാത്തിനോടുള്ള വെറുപ്പിൻ്റെയും ഉന്മാദാവസ്ഥയിൽ വാസിനൊരിക്കൽ തൻ്റെ എല്ലാം ആയിരുന്ന തൻ്റെ സഹോദരിയെ ഇപ്പം താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന തൻ്റെ മുഖ്യ ശത്രുക്കളായിട്ടുള്ള കിറാത്തിൻ്റെ മെയിൻ ലീഡറായിട്ട് മാത്രമേ കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ അവൻ്റെ സഹോദരിയെ സ്നേഹിച്ചിരുന്നു. അവൻ അവൻ്റെ ഭൂതകാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് ആഗ്രഹിച്ചിരുന്നു. നമുക്കറിയാവുന്ന ഒരു വാസ് ഫാർ ക്രൈ 3-ൽ നമ്മൾ കണ്ട വാസ് ആയിരുന്നു. ഒരുതരം തകർന്നു പോയൊരു മനുഷ്യനായിരുന്നു അവൻ. അപ്പോൾ മയക്കുമരുന്നും അക്രമവും വഞ്ചനകളും ഇതെല്ലാം അവൻ്റെ മനസ്സിനെ വല്ലാണ്ട് ബാധിച്ചിരുന്നു. ഹിസ് ഇറാറ്റിക് ബിഹേവിയർ, ഹിസ് അൺപ്രഡിക്റ്റബിലിറ്റി ആൻഡ് ഹിസ് ഒബ്സഷൻ വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് ഇൻസൈനിറ്റി. ഇതെല്ലാം വർഷങ്ങൾ നീണ്ടു നിന്ന മാനസിക പീഡനത്തിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും ഉടലെടുത്ത ഒന്നായിരുന്നു. ചിലർ വിശ്വസിച്ചിരുന്നത് വാസ് ബിയോണ്ട് സേവിങ് എന്നായിരുന്നു. ഇനി അവൻ്റെ കെട്ടഴിഞ്ഞു പോയ ജീവിതത്തിൽ നിന്നും അവനൊരു തിരിച്ചുവരവ് ഇല്ലായിരുന്നു എന്നതായിരുന്നു. എന്നാൽ ചിലരുടെ വാദം മറ്റൊന്നായിരുന്നു. ചുറ്റുപാടുകളും സാഹചര്യത്തിൻ്റെയും സമ്മർദ്ദത്തിന് ഇരയായ ഗോത്രവർഗത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ മാത്രമായിരുന്നു എന്നായിരുന്നു. ചുറ്റുമുള്ളവർ എല്ലാവരും ചേർന്ന് ഭ്രാന്തനാക്കി മാറ്റിയ ഒരു കഥാപാത്രം. എന്നാൽ ശരിക്കും സത്യം എന്തായിരുന്നു? ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് ദി ഗ്രേറ്റ് ജെയ്സൺ ബ്രോഡിയുടെ കൈകൊണ്ട് വാസ് വീഴുന്നതായിരുന്നു, അല്ലേ? എന്നാൽ ശരിക്കും വാസ് അന്ന് വീണിരുന്നു. വാസ് മരിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും പല ആരാധകരും വിശ്വസിക്കുന്നു. വാസ് ലെറ്റ് ഹിംസെൽഫ് ടു ബി ഡിഫീറ്റഡ് ജസ്റ്റ് ടു എസ്കേപ്പ് ഫ്രം ഹോയ്റ്റ്സ് ഗ്രാസ്പ് വൺസ് ആൻഡ് ഫോർ ഓൾ. ആൻഡ് ദെൻ ദേഴ്സ് ഫാർ ക്രൈ 6. വാസ് ഇപ്പോഴും ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നും തൻ്റെ ഇന്നർ ഡീമൺസിനാൽ സ്വയമേ തൻ്റെ മനസ്സാലും ശരീരമാലും എന്നെന്നും വേട്ടയാടപ്പെടുന്നു എന്നും സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ കഥ ഇവിടെ അവസാനിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? വാസ് മോണ്ടനെഗ്രോ ഒരു സാധാരണ വില്ലനായിരുന്നില്ല. ഹീ ഈസ് വൺ ഓഫ് ഗെയിമിങ്സ് മോസ്റ്റ് കോംപ്ലക്സ് ക്യാരക്ടേഴ്സ് എവർ. ഒരു നായകനാകേണ്ടിയിരുന്ന ഒരു മനുഷ്യൻ ഒരു രാക്ഷസനായി മാറിയ കഥ. എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നുമില്ലാതായി പോയ ഒരു മനുഷ്യൻ്റെ കഥ. ഹിസ് സ്റ്റോറി ഈസ് വൺ ഓഫ് ട്രാജഡി, മാനിപ്പുലേഷൻ ആൻഡ് എബവ് ഓൾ
insanity. Or maybe, just maybe, we are all a little insane after all. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കൂ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അല്ല, വാസിനെ പോലെ നമ്മൾ എവിടെയും പോകില്ലല്ലോ, ഇവിടെ തന്നെ കാണും. ബിക്കോസ് വി ആർ ഗെയിമേഴ്സ്. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ചാവില്ല. വി ജസ്റ്റ് റീസ്പോൺ. ബൈ. കുറഞ്ഞ ഫീസിൽ നെറ്റ് JRF എന്ന സ്വപ്നം നേടിയെടുക്കാൻ ഒരു സുവർണ അവസരം. എക്സ്പേർട്ട് മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി ക്വാളിറ്റി കോച്ചിങ് ആണ് സ്കൈൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ നെറ്റ് JRF എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കോൺടാക്ട് സ്കൈൽ ഓൺ 8547262962.